ഞങ്ങൾ മലപ്പുറത്തുകാരുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് തേങ്ങാച്ചോറ്. അതിലേക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയും കൂടെ ആണെങ്കിൽ അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ആ തേങ്ങാച്ചോറ് നമ്മുടെ ഉമ്മമാരുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിന് കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. തേങ്ങാച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയില്ലേ, നമ്മൾ ചോറ് വെക്കുന്ന അരിനെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് വേവുന്ന അരിയാണല്ലോ, അതുകൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി കൊണ്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുക കേട്ടോ. ഇതിലേതായാലും എടുത്താൽ മതി. എന്തായാലും ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്നതാണ്, അപ്പോൾ 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ 5 കപ്പ് അരിയിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി എടുത്തതാണത്. അത് ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങാച്ചോറ് എന്നുള്ള പേര്, അപ്പം അതുകൊണ്ട് തന്നെ തേങ്ങ നല്ലോണം വേണം. തേങ്ങ നല്ലോണം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതേപോലെ ഏകദേശം ഒരു 15-18ഓളം ചെറിയുള്ളി അത്യാവശ്യം വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങയും ചെറിയുള്ളിയും അത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. ഉലുവ 1 ടേബിൾ സ്പൂണും ചെറിയുള്ളി ഒരു 15-18 അത്രയും എണ്ണം ചെറിയുള്ളിയും കൂടെ എടുക്കാം. ഇനി നമുക്ക് ഈ അരിയും ഉലുവയും കൂടെ ഒന്ന് ഒരുമിച്ചിട്ടിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആയതുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അല്ലേ, നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം തിളപ്പിക്കും. എന്നിട്ട് ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ അരിയും ഉലുവയും കൂടെ ആദ്യം ഒന്ന് കഴുകാം. അരി ആദ്യം കഴുകുന്നത് ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. അതിനുശേഷം പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നാലും ആദ്യം നമ്മൾ കഴുകുന്നത് ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകിയാലും ആ അരിയുടെ ആ ഒരു വേറെ ടേസ്റ്റ് ഇല്ലേ, അതങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരി കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കുന്നത്. ഇത് തിളപ്പിച്ചാൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അരി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കഴുകി, പിന്നെ നമ്മുടെ സാധാ പച്ചവെള്ളം കൊണ്ടും ഒക്കെ നന്നായിട്ട് കഴുകിയെടുത്ത അരി ഉലുവയാണിത്. ഇനി അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത് വെച്ച തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. ഈ തേങ്ങയും ഉലുവയും ചെറിയുള്ളിയും ഉപ്പും എല്ലാം കൂടി അരിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടോ എന്തപ്പോൾ തേങ്ങാച്ചോറൊക്കെ ഇത്ര വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രമൊക്കെ എന്താണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അറിയുന്നവർ. പക്ഷേ ഒരുപാട് പേര് ഒരുപാട് പേര് ഇത് അറിയാത്തവരുണ്ടാവും. അതേപോലെ ചിലരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം കേട്ടോ. ഇത് നമ്മുടെ ഉമ്മമാർ ചെയ്യുന്ന അതേ റെസിപ്പിയാണ്. ഇത് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ്. എൻ്റെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, ഇത് ഉമ്മാൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുത്തിട്ടുണ്ട് അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ്. പിന്നെ നമ്മുടെ അരിയുടെ വേവിനനുസരിച്ച് വെള്ളം എടുക്കുക. ഒരുപാട് വെള്ളം എടുക്കരുത് കേട്ടോ. എന്തായാലും അരി വേവാൻ ആവശ്യമുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിവിടെ 7.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളം ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആദ്യം തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. 15 മിനിറ്റാണ് ഏകദേശം വേണ്ടി വരിക ഈ ഒരു അളവിൽ. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് തിളക്കുന്നുണ്ട്. ഈ ആദ്യമായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇത് ഒരു ചട്ടകമോ കയ്യിലോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അത് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആണ്. തേങ്ങയൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കുന്നുണ്ടാകും. നമ്മൾ ആ വെള്ളം ഒഴിച്ചപ്പോൾ പൊങ്ങി വന്ന തേങ്ങ, അപ്പോൾ അതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും അടച്ച് വെക്കണം.
വീണ്ടും അടച്ച് വെച്ചിട്ട് തീ സിമ്മിലേക്ക് ഇടുക, അതായത് ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെ വെക്കുക. തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ അടച്ചിട്ട് വെക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഇതുപോലെ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഒരു കട്ട പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കുറച്ച് ഉറച്ച് നിൽക്കുന്നുണ്ടാവും. അത് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തേങ്ങാച്ചോറിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ബീഫ് കറിയാണ്. ബീഫ് കറീനേക്കാളും നല്ലത് ഇതിലേക്ക് വേറെ ഒന്നും കോമ്പിനേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തേങ്ങാച്ചോറ് കഴിക്കാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തേങ്ങാച്ചോറും ബീഫ് കറിയും ഒന്ന് കഴിച്ച് നോക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞു മലപ്പുറത്തുണ്ടവരുടെ അല്ല കേട്ടോ, അല്ലാത്ത ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കാം, ഉണ്ടാക്കി നോക്കുക. ഈ ഒരു സ്റ്റൈലിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.